ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂജ അമലിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടി ചെയ്യരുതേ എന്ന് വിചാരിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇവരെ കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നു. ഈ പൂജ അമൽ എന്ന് പറയുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയാം. ഒരു വെക്കേഷൻ കാലത്ത് കല്യാണം കഴിച്ച രണ്ട് കുട്ടികൾ, സ്കൂൾ കുട്ടികളാ തോന്നുന്ന രണ്ട് കുട്ടികൾ. ആ പെൺകുട്ടി ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാന്ന് പോലും തോന്നില്ല, അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കുന്നു. വെക്കേഷൻ കാലത്ത് വീട്ടുകാരൊന്നും അറിയാതെ ഒരു ഒളിച്ചോട്ട കല്യാണം കഴിക്കുന്നു. എന്നിട്ട് റീൽസ് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു, വൈറലാവുന്നു, നാട്ടുകാരൊക്കെ കണ്ട് അന്തം ഇടുന്നു. അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അങ്ങനെ ഭയങ്കര യൂട്യൂബേഴ്സ് ആയിട്ട് മാറുന്നു, അവർ ഹിറ്റ് ആവുന്നു. ഇതാണ് പൂജ അമൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൂജ അമലിന്റെ ലവ് സ്റ്റോറിയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അവർ പല ചാനലിലും ഇന്റർവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ ചാനൽ തന്നെ ലവ് സ്റ്റോറിയൊക്കെ റിവീൽ ചെയ്തിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഈ ലവ് സ്റ്റോറിയിലും അവരുടെ ഇന്റർവ്യൂവിലും അവരൊക്കെ തുടർച്ചയായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പാറമട ഉണ്ട്. പാറമട എന്നായിരുന്നു അവർ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നത്. പിന്നീട് അതൊരു മലയായിട്ട് മാറി. ഒരു മല ഉണ്ട്, ഒരു ഭയങ്കര മല. ആ സ്പോട്ട് കാണാൻ വേണ്ടിയിട്ട് അവര് പോകുന്ന ഒരു വീഡിയോ, ഒരു ട്രാവൽ വ്ളോഗ്. അപ്പൊ ആ ട്രാവൽ വ്ളോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ പാറ കാണാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ്. അതൊരു ചലഞ്ച് അല്ലെങ്കിൽ റിവെഞ്ച് ആണ്. പ്രണയകാലത്ത് 8ലോ 9ലോ പഠിക്കുന്ന സമയത്ത് അവര് സ്കൂളിൽ പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് യൂണിഫോം ഒക്കെ ഇട്ട പെൺകുട്ടി ഇറങ്ങുന്നു. അമ്മ ചോറൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നു. ആ പൊതിച്ചോറും കൊണ്ടിട്ട് ആ പയ്യന്റെ കൂടെ ആ പെൺകുട്ടി കാണാൻ വേണ്ടിയിട്ട് പോയ ഒരു പാറ, ഒരു വലിയ പാറ കാണാൻ പോവാണ്. അപ്പൊ ആ പാറ ആ പെൺകുട്ടി ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ പാറയിൽ പോയിട്ട് കാണാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയും ആ പയ്യനും കൂടെ ആ പാറ കയറാൻ പോകുന്നത്. അപ്പൊ അവരങ്ങനെ പോയി താഴെത്തിയിട്ട് അവര് മേലേക്ക് കയറി പോകുന്നത് നാട്ടുകാരോ കണ്ടു. അവര് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വീട്ടുകാരെ അറിയിച്ചു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചു. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ടും വിചാരിച്ചു വീട്ടുകാർ വരുമ്പോ ഈ പെൺകുട്ടീനെ വീട്ടുകാരെ കൂടിയും വിടും, ഈ പയ്യനെ വീട്ടിലേക്കും വിടും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ പയ്യനെ വീട്ടിലേക്ക് വിട്ടില്ല. ഈ പയ്യനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കാരണം കേസ് പോക്സോ ആയിരുന്നു. ഈ പെൺകുട്ടി 14 13 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നു. ആ പയ്യൻ കുറേ ദിവസം ജയിലിൽ കിടന്നു. അവസാനം ജാമ്യത്തിലിറങ്ങി പിന്നീടും അവർ ആ പ്രണയം തുടർന്നുകൊണ്ടേ പോയി. അങ്ങനെ മുന്നോട്ട് പോയി ഒരു വെക്കേഷൻ കാലത്ത് വീട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ആ പെൺകുട്ടി ഈ പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോന്ന് വിവാഹം കഴിച്ചു. എന്നിട്ടാണ് ഇപ്പൊ ഇവര് പൂജ അമൽ എന്ന് പറഞ്ഞിട്ട് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര ദമ്പതികളായിട്ട് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് അവർക്ക് ആ പാറ ശരിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഈ കുട്ടി ആ പാറ ഇതുവരെ കണ്ടിരുന്നില്ല. അപ്പൊ ശരിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അന്ന് ആ പാറ അവരെ കാണാൻ സമ്മതിക്കാതിരുന്ന സ്വന്തം വീട്ടുകാരോടും നാട്ടുകാരോടും പോലീസിനോടും ഒക്കെയുള്ള റിവെഞ്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കാലത്ത് വിവാഹം കഴിച്ച് ഈ പാറപ്പുറത്ത് ഞങ്ങൾ വരുന്ന അന്ന് അവര് മനസ്സ് നൊന്ത്, അതാണ് ആ കുട്ടിയുടെ ഡയലോഗ്, ശബ്ദം ചെയ്തിരുന്നു. അങ്ങനെ അവർ ആ പാറ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പൊ അതാണ് വീഡിയോ. ഈ പാറ നിങ്ങൾ കാണേണ്ട പാറയാണ്. ഒരു വലിയ കാട് പോലത്തെ ഒരു പാറ, കുറെ വലിയ പുല്ല്, മൂന്നാറിലൊക്കെ കാണുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ പുല്ലൊക്കെ ഉള്ള ഒരു പാറ. അപ്പൊ ആ പുല്ലിന്റെ ഇടയിൽ കൂടെ ഈ പയ്യൻ ആ കുട്ടീനെ ആ പാറപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. പാറ എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് നമ്മൾ ഈ മലയായിട്ട് കാണുന്ന നമ്മുടെ ഒരു എന്താ പറയാ ജഡായിപ്പാറയൊക്കെ ഇല്ലേ, അതേപോലത്തെ പാറയൊന്നും അല്ല. ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ കയറി പുല്ലും ഒക്കെ വളർന്നൊരു പുൽമേടിന്റെ ഉള്ളിൽ കൂടെ കയറി പോകുമ്പോൾ ഒരു പാറപ്പുറത്ത് എത്തും. ഒരു വിജനമായ പ്രദേശം, അവിടെ ഒരു മനുഷ്യനും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ ആ പാറേന്റെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കൊട്ടാരക്കര മുഴുവൻ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ പാറപ്പുറം എന്നൊക്കെ ഇവരുടെ ആദ്യത്തെ സ്റ്റോറിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. ഈ കൊട്ടാരക്കര ഭാഗത്തൊക്കെ ഉണ്ട്, അഞ്ചൽ ഭാഗത്തൊക്കെ ഉണ്ട്, തെന്മല ഭാഗത്തൊക്കെ ഉണ്ട് വലിയ വലിയ പാറകൾ. അതിന്റെ മുകളിൽ ഒരുപാട് ആളുകൾ രാവിലെ മഞ്ഞ് കാണാൻ പോകും. ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പ്രശസ്തമായിട്ട് വന്നിട്ടുള്ള കുറെ പാറകൾ അവിടെ ഉണ്ട്. നമ്മൾ ഈ യൂട്യൂബൊക്കെ വന്ന ശേഷം പല അറിയാത്ത സ്ഥലങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമ്മൾ അറിയാനും പോകാനും തുടങ്ങി. അപ്പൊ അങ്ങനെ കുറെ ആളൊക്കെ ഉള്ളൊരു പാറയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ പയ്യനും ഈ പെൺകുട്ടിയും കൂടെ ഇപ്പൊ പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വിജനമായ സ്ഥലം, അവിടെ ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല. അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചാലും ആരും അറിയാനും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവര് ഇതുവരെ കാണാത്ത എന്തൊക്കെയോ കാണാൻ, ആ പാറ കാണാനുമായിട്ട് അവർ പോയത്. അപ്പൊ അങ്ങനെ പോയി അവരവിടെ ചെന്നു, പോലീസ് പിടിച്ചു, ഒക്കെ ഭയങ്കര വിഷമായി. അവര് വീണ്ടും ആ പാറ കാണാൻ പോകുന്നു. അവര് മേലേക്ക് കയറി പോകുന്നു. അന്ന് എന്ന് പറഞ്ഞാൽ അവര് വിവാഹം കഴിഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് പോലീസ് പിടിച്ചു. പക്ഷെ ഇന്ന് പോലും ആ കുട്ടികൾ ആ പാറയുടെ മുകളിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോ അവർക്ക് പ്രായപൂർത്തിയായി വിവാഹം കഴിച്ചു. പക്ഷെ ആ പാറ എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് അപകടം തോന്നും, വിജനമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ അവർ മുകളിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരുണ്ടെങ്കിൽ ഈ പയ്യൻ ആ പെൺകുട്ടീനെ ഏതെങ്കിലും വിധത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയില്ല. എനിക്ക് അത് കണ്ടിട്ട് ഭയം തോന്നിപ്പോയി. ആ കുട്ടി താഴേക്ക് ആരെങ്കിലും വിളിച്ചെറിയ പോലും താഴെ നിന്ന്
ഒരാൾ മുകളിലെത്തണമെങ്കിൽ താഴേക്ക് കേൾക്കില്ല. ഇനി കേട്ട് അറിഞ്ഞ ആരെങ്കിലും മുകളിലെത്തണമെങ്കിൽ പോലും മണിക്കൂറുകളോളം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിജനമായ സ്ഥലത്താണ് ഇപ്പോഴും ആ പയ്യൻ ആ പെൺകുട്ടീനെ വിളിച്ചു കൊണ്ട് പോകുന്നത്. ഒരു സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് ഇപ്പോഴും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അത് കാണുമ്പോൾ മനസ്സാളുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഏറ്റവും ആ അച്ഛനും അമ്മയും ഏറ്റവും നാണം കെട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യം ഇപ്പോഴും ഈ കുട്ടി അഭിമാനപൂർവ്വം ഈ യൂട്യൂബിൽ നാട്ടുകാരെ കാണിച്ചു തരാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏട്ടായിൻ്റെ കൂടെ പോയ പാറ അവിടെ വെച്ചിട്ട് ഞങ്ങളെ പോലീസ് പിടിച്ചു. ആ പാറപ്പുറത്തേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. അവരുടെ ഗൈസ് വിളി ഭയങ്കര അരോചകമാണ്. അവർ ഓരോ വാക്കിനും, സെന്റൻസിന് പോലും അല്ല, ഓരോ വാക്കിനും അവർ ഗൈസ് എന്ന് വിളിക്കും. നമുക്ക് വേണമെങ്കിൽ 1000 ലക്ഷം ഉണ്ടായിരിക്കും ഓരോ എപ്പിസോഡിലും ഗൈസ്. അത് പോട്ടെ, ഞാൻ പോലും ഗൈസ് എന്ന് വിളിച്ചു പോകും, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പാറപ്പുറത്തിൻ്റെ കഥ. അപ്പം നിങ്ങൾ ഇത് കാണുന്ന കുട്ടികൾ, ഇവരുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. കാരണം അവരെ ചേട്ടാ ചേച്ചി എന്ന് വിളിക്കുന്ന കമൻറ്റുകളാണ് അതിനിടയിൽ കൂടുതലുള്ളത്. ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് പ്രചോദനമായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുമോ എന്ന് വരെ ഓർത്തിട്ട് എനിക്ക് പേടി തോന്നി. നിങ്ങളെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല അല്ലേ, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോൺ ഉണ്ട്. നമ്മളെ വീട്ടിൽ പ്രായപൂർത്തിയായ കുട്ടികളുണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, ഒരു പ്രത്യേക ടീനേജിലുള്ള കുട്ടികളുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും ആ ലാൻഡ് ഫോൺ വീട്ടിലുള്ള മുതിർന്നവർ ശ്രദ്ധിക്കും. 1-2 കോള് കൂടുതൽ ഈ കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കും ഇത് ആരാണ്. അല്ലെങ്കിൽ അതിനൊരു എക്സ്റ്റൻഷനെങ്കിലും നമ്മൾ വെക്കും, അവരുടെ പ്രൈവസിയിൽ അവരറിയാതെ. ടീനേജേഴ്സിനെ നമ്മൾ പൊതുവെ കുറച്ചുകൂടെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. അവർ പെട്ടെന്ന് ദേഷ്യമുള്ളവരും നമ്മളോട് വെറുപ്പുള്ളവരും ഒക്കെ ആയി തീരും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടവർ തന്നെയാണ്. എന്നാലും അവരറിയാതെങ്കിലും നമ്മൾ അവരെ ശ്രദ്ധിക്കും. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര സ്വാതന്ത്ര്യമാണ് അല്ലേ. കുട്ടികൾക്ക് അവർ വ്യക്തികളാണ്, അവരെ സ്വതന്ത്രമായിട്ട് വളർത്തണം എന്നൊക്കെയുള്ള എന്തൊക്കെയോ കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യരുത്, സ്വാതന്ത്ര്യം കൊടുക്കരുത്, കുറച്ചൊക്കെ ശാസിക്കണം എന്ന് പറയുന്നത് അതൊരു കേശവമാമൻ കൺസെപ്റ്റ് ആയിട്ട് ആളുകൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ തന്തവൈബാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധയോടുകൂടിയ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തൊന്നും തോന്നരുത്. പക്ഷേ നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് വെച്ചാൽ, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ മൊബൈൽ വാങ്ങിത്തരാം, അല്ലെങ്കിൽ മാർക്ക് വാങ്ങിയ മൊബൈൽ ഫോൺ വാങ്ങിത്തരാം. അങ്ങനെ കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക, അവരെന്താ ചെയ്യുന്നത്, ഇടയ്ക്കൊന്ന് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുക, അവർ മോശമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കുക. അവർ ഈ യൂട്യൂബ് ചാനലുണ്ടല്ലോ പൂജ അമൽ, അത് കാണുന്നുണ്ടെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്പ് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ പ്രചോദനം ഉൾക്കൊള്ളുന്നത് വെച്ചാൽ അവരെവിടെയും എത്താൻ പോകുന്നില്ല. ഇതേപോലെ 15, 16, 18 വയസ്സാവാൻ വെയിറ്റ് ചെയ്ത് അവർ കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും നരകത്ത് പോകുന്നേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടീനെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഈ പെൺകുട്ടി ആദ്യം വിവാഹം കഴിച്ച സമയത്ത് കാണുമ്പോൾ നല്ലൊരു കുട്ടിയാണ്, നല്ല രസമുള്ള തടിച്ചെന്ന് പറയുന്നില്ല, പക്ഷെ നല്ലൊരു കുട്ടിയാണ്. ഇപ്പം ആ കുട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പട്ടിണി കോലമായിട്ട് മാറിയിരിക്കുക. കഴുത്തിലെ എല്ലൊക്കെ തെളിഞ്ഞ് കണ്ണൊക്കെ കുഴുകി പോയിട്ട് എന്തോ ഒരു കോലമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ പെൺകുട്ടികളുണ്ടല്ലോ എപ്പോഴും അവർ ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ഉയർന്ന സ്റ്റൈലിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ അതിലൊരു സന്തോഷം തോന്നുക. നമ്മൾ വിവാഹത്തോടു കൂടെ താഴ്ത്തപ്പെട്ടു തോന്നുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വിവാഹത്തിനോട് പോലും നമുക്ക് പിന്നീട് അപ്പോൾ ഈ അത്ര പക്വതൊന്നും ഇല്ലാത്ത കുട്ടികൾ ഇങ്ങനത്തെയൊക്കെ ബന്ധത്തിൽ ചെന്ന് ചാടുമ്പോൾ ഇപ്പം എന്താണേലും ആ കുട്ടി വലിയ വീട്ടിലത്തെ കുട്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് അറിയൂല. പക്ഷെ എത്രയായാലും ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെയൊക്കെ അച്ഛനമ്മമാർ ഒരുപാട് താലോലിച്ച് പാമ്പർ ചെയ്ത് ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ആ സമയം നീ പഠിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു നടക്കുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടി ഈ പയ്യന്റെ പോലത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ പോയിട്ട് ജീവിക്കുക എന്ന് ഓർക്കുമ്പോൾ പോലും നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്കത് സഹിക്കില്ല. നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, നമുക്കൊരു സ്വന്തം കുട്ടി ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു മോശ സാഹചര്യത്തിൽ പോയി ജീവിക്കുക എന്ന് ഓർക്കുമ്പോൾ ആരും അങ്ങനെ വലിയ സമ്പത്തുള്ളവരാണെന്നും അല്ലെങ്കിൽ സമ്പത്തുള്ളതാണ് വലിയ കാര്യം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോയി പെടുന്നത് നമ്മൾ ആരെങ്കിലും നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കുട്ടിയാണെങ്കിലും നമുക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ അങ്ങനെയാണ്. നമുക്കൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടി എന്നുള്ള പോലെയാണ് ഏത് കുട്ടീനെ കാണുമ്പോഴും നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി ഇത്ര മോശമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ യൂട്യൂബ് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ ഒരു വിവാഹം കഴിച്ചിട്ട് എങ്ങനെ ഇവരത് മുന്നോട്ട് കൊണ്ടുപോകും? ഈ പയ്യനാണെങ്കിൽ ഒറ്റ ജോലിക്കും പോകാറില്ല. ഇപ്പോൾ എല്ലാവരും ഈ പയ്യൻ ജോലിക്ക് പോകാറില്ലേ ചോദിച്ചപ്പോൾ ആ പയ്യനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഈ ഷീറ്റൊക്കെ ഇടുന്ന വലിയ കമ്പില്ലേ, അത് കട്ട് ചെയ്യുന്നൊരു ഷോർട്സ്. എന്നിട്ട് നീ എന്തിനാ കഷ്ടപ്പെടുന്നത്, എന്തോ
ഒരു തമിഴ് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ കഷ്ടപ്പെടുന്നത്, അതെൻ്റെ ഭാര്യ എനിക്ക് തങ്കമാണ്, ആ തങ്കത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്നുള്ള പോലെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പയ്യൻ ജോലിക്ക് പോകേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ പയ്യൻ്റെ ഏതോ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നൊരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്ത പോലെ എനിക്ക് തോന്നുള്ളൂ. കാരണം ഇന്ന് വരെ അവരുടെ ഒരു വീഡിയോയിലും ഈ പയ്യൻ ഒരു ജോലിക്ക് പോകുന്ന ഒരു ലക്ഷണം പോലും ഞാൻ കണ്ടിട്ടില്ല. പക്വത എന്ന് പറഞ്ഞ സംഭവം, അവർക്ക് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനമല്ല. ഈ പയ്യന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായി, എന്തോ വലിയ സർജറിക്ക് ഹോസ്പിറ്റലായതാ. അതിന്റെ ക്യാപ്ഷൻ എന്താണെന്നറിയോ, തംനെയിൽ എന്താണെന്നറിയോ, അച്ഛന് പണി കിട്ടി ഗൈസ് എന്നാണ് അവരുടെ തംനെയിൽ. എന്തായാലും പിന്നീട് അതേപോലെ അൺബോക്സിങ്, അതാണ് അവരുടെ ഒരു കണ്ടന്റ്. എന്താ അൺബോക്സ് ചെയ്യണേന്നറിയോ, കിൻഡർ ജോയ്. ഞാൻ ഇന്ന് വരെ നമ്മൾ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരുപാട് ടോയ്സ് അൺബോക്സ് ചെയ്യുന്നതും ഒരുപാട് മിഠായി, ടോയ്സുള്ള മിഠായി അൺബോക്സ് ചെയ്യുന്ന വലിയ വലിയ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളെ ഇവിടെ കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നു കണ്ടത് കിൻഡർ ജോയ് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള കളിപ്പാട്ട് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ പ്രായം, അത്രയൊരു മെച്യൂരിറ്റി ഉള്ള പ്രായം അവർക്കുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇതൊന്നും ആരും അനുകരിക്കരുതെന്നേ പറയാനുള്ളൂ. ഇവരുടെ അടിയത്തെ കമന്റ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ പേടി തോന്നുക. ഈ കമന്റ് ഒക്കെ ഇടുന്നത് ചെറിയ കുട്ടികളാണ്. ഇവരെയൊക്കെ ചേച്ചി എന്ന് വിളിക്കണം വെച്ചാൽ ആ കുട്ടീനെക്കാട്ടിലും ചെറിയൊരു കുട്ടി, ഒരു 14-13 വയസ്സുള്ള കുട്ടിയായിരിക്കും ആ കമന്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ കുട്ടികളൊക്കെ എന്താണ് ഇത് അനുകരിക്കുന്നത്, എന്തൊക്കെ മാതൃകയാക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ. എന്തായാലും ഇതൊന്നും ആരും അനുകരിക്കരുതെന്നേ പറയാനുള്ളൂ. ഇവരുടെ ലൈഫ് എന്താവും, ഇവർ മുന്നോട്ട് പോകും. നല്ല വരുമാനമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പോവുമായിരിക്കും, യൂട്യൂബിലൊക്കെ നല്ല വരുമാനം ഉള്ളത് കൊണ്ട്. പക്ഷേ ഈ യൂട്യൂബിന്റെ വരുമാനമൊക്കെ എത്ര കാലം ഉണ്ടായിരിക്കും? ഈ പയ്യനൊരു വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ജോലി ചെയ്യാനുള്ള സ്കില്ലുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യകാലത്തൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അച്ഛന് വർക്ക്ഷോപ്പാണ്, ഞാൻ ആ വർക്ക്ഷോപ്പിൽ പോയി പണിയെടുക്കുന്നൊക്കെ. ഞാൻ ഇന്ന് വരെ അച്ഛൻ്റെ വർക്ക്ഷോപ്പും കണ്ടിട്ടില്ല, ആ പയ്യൻ ഒരു ദിവസമെങ്കിലും ആ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നതും കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പം ഇതിന് ഏട്ടനൊക്കെ ഉണ്ട്. ഏട്ടൻ എന്താ ജോലി ചെയ്യുന്ന അറിയില്ല. അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മ ഹരിതകർമ്മസേനയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ജോലി കൊണ്ടാണ് ആ കുടുംബം, ആ ജോലി കൊണ്ടും ആ അച്ഛൻ്റെ ജോലി കൊണ്ടുമാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ പയ്യനൊന്നും ഒരു ജോലിക്കും പോകുന്നില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്, അതാണ് അവരുടെ വരുമാന മാർഗം ഇപ്പോഴത്തെ തോന്നുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ്, ഇവരെ കുറിച്ച് ഇനി പറയില്ല. ഇവർക്ക് റീച്ച് ഉണ്ടാക്കാൻ നമ്മൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മളങ്ങനെ പറയാൻ പാടില്ല, നമ്മൾ കാരണം അവർ റീച്ച് ഉണ്ടാവുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയാണ്. എന്നാലും ഞാൻ ഇവരൊക്കെ റിയാക്ട് ചെയ്യുമ്പോണ്ടല്ലോ, റിയാക്ട് ചെയ്യുന്നതിന് പോലും എനിക്ക് ദേഷ്യം തോന്നുകയാണ്. കാരണം ഇവർക്ക് ആദ്യം ഇവരെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ആകെ കുറേ കാലം 20,000-30,000 ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നവര് കുറേ റിയാക്ഷൻ വീഡിയോസ് വന്ന ശേഷം വരെ വ്യൂസ് 7 ലക്ഷം, 10 ലക്ഷം, 2 ലക്ഷം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അവര് അതുപോലെ ഒരു ഭയങ്കര സംഭവമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് ആരും റിയാക്ട് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നല്ലാതെ എന്താണെന്നാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, ജോലി വാങ്ങേണ്ട സമയത്ത് ജോലി വാങ്ങുക, അതിനുശേഷം വിവാഹം കഴിക്കുക. നിങ്ങൾ വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി വന്ന ശേഷം, നമുക്ക് കുറച്ചുകൂടെ യോജിച്ചാണ്, നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന പ്രായത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. ഇതുപോലെ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിൽ ഏതോ ഒരു ഏട്ടായിനെ ദയവായിട്ട് കല്യാണം കഴിക്കരുത്. ഞാൻ പറയില്ല എന്ന് വിചാരിച്ച് കുറേ ദിവസം തള്ളി കളഞ്ഞതാണ്. പിന്നെ ഇവരുടെ പണി കിട്ടിയ ഗൈസും കിൻഡർ ജോയ് അൺബോക്സിങ്ങും എല്ലാം കൂടെ കണ്ടപ്പോൾ വീണ്ടും പറയണം തോന്നിയിട്ട് പറഞ്ഞു പോയതാണ് അറിയാതെ. നിങ്ങൾ കാണാൻ പോയിട്ടല്ലേ, നിങ്ങൾ പറയാൻ പോയിട്ടല്ലേ എന്നൊക്കെ കമൻറ്റ് വരുന്ന എനിക്കറിയാം. പക്ഷേ നമ്മൾ കാണുന്ന കുട്ടികളെ ഓർക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ടാൽ, നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി ഈ അവസ്ഥയിൽ നിൽക്കുന്നത് ആലോചിക്കുമ്പോണ്ടല്ലോ നമ്മളെ നെഞ്ച് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. എല്ലാവർക്കും നന്ദി.